നീറ്റ് 2026 ശേഷം നമ്മുടെ അടുത്ത ടാർഗറ്റ് എന്താ? നീറ്റ് 2027 ആണല്ലോ. നമ്മുടെ ഇനി മെയിൻ ഫോക്കസ് 2027 കാര്യങ്ങളാണ്. നമ്മൾ 2026 കട്ട് ഓഫ് കാര്യങ്ങളെക്കുറിച്ചും ഓരോ കോളേജിലും ലാസ്റ്റ് ഇയർ എടുത്ത ലാസ്റ്റ് റാങ്കിനെ കുറിച്ചും നിങ്ങൾക്ക് മാർക്ക് വെച്ച് എക്സ്പെക്ട് ചെയ്യുന്ന റാങ്കിനെ കുറിച്ചുമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വീഡിയോസ് വരുന്നുണ്ട് മക്കളെ. അതിനു മുമ്പ് ഇനി നീറ്റ് 2027 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ ആശങ്ക, കുറേ മെറ്റീരിയൽ ഉണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ കുറേ മെറ്റീരിയൽസ് കാണും. സാർ ഇതിൽ ഏറ്റവും ബെറ്റർ ഏതാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് ആൾക്കാർ നിങ്ങളുടെ സീനിയേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റാങ്ക് വാങ്ങിച്ചവരായിക്കോട്ടെ, അല്ലെങ്കിൽ MBBS അഡ്മിഷൻ എടുത്ത പല കുട്ടികളും ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ റെഫർ ചെയ്ത ഏറ്റവും നല്ല ബുക്കുകൾ ഏതാണ്? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിപ്പീറ്റ് ഇപ്പോൾ തുടങ്ങും, മെയ് ആയാലോ, മെയ് പകുതിയോടെ റിപ്പീറ്റേഴ്സ് ബാച്ച് പലയിടത്തായിട്ട് തുടങ്ങും. അതിന് മുമ്പ് എൻ്റെ മക്കൾ ഈ ബുക്കുകളൊക്കെ ആമസോണോ ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ എവിടെ നിന്ന് ഓഫ്ലൈനായിട്ടോ കടകളിൽ പോയിട്ട് വാങ്ങിച്ച് വെക്കുക. വേഗം വേഗം പറയാം. കെമിസ്ട്രിയിലേക്ക് ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ, കെമിസ്ട്രി ആയിക്കോട്ടെ, നിങ്ങൾ ഫിസിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബയോളജി ആയിക്കോട്ടെ, മൂന്നിനും ആദ്യം വേണ്ട ബുക്ക് ഏതാണെന്നറിയാമോ? ആദ്യം വേണ്ടത്, ഇപ്പം എത്ര 38 കൊല്ലം 39 കൊല്ലമായിട്ട് നീറ്റ് ഉണ്ടല്ലോ, ഏകദേശം 38 കൊല്ലമായിട്ട് നീറ്റ് നടത്തിയിട്ടുണ്ട്. ഈ 38 കൊല്ലത്തെ നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ചെയ്തു പഠിക്കേണ്ടത്. നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്ത് പുതിയ ക്വസ്റ്റ്യൻ ചെയ്യുന്നേക്കാൾ മുമ്പ് തന്നെ 38 കൊല്ലം നടന്ന നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സകലതുമുള്ള ബുക്ക് വേണം ആദ്യം വാങ്ങിക്കാൻ. അത് ചെയ്ത് നോക്കിയിട്ട് വേണം. ഇപ്പോൾ ബയോളജി ക്ലാസിഫിക്കേഷൻ പഠിച്ചു, അതിൽ നീറ്റിന് 38 കൊല്ലം ചോദിച്ച ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വേണം അതിലെ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് വേറെ മെറ്റീരിയലും ചെയ്ത് പഠിക്കാൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം മക്കളെ ഏത് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ, ന്യൂ ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കൾ ചെയ്യാൻ. ന്യൂ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന എപ്പോഴാ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ടാ. അപ്പൊ കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം എന്താ, സകല 38 കൊല്ലത്തെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അടങ്ങിയ ഒരു ബുക്ക് വേണം ആദ്യം വാങ്ങിക്കാൻ. ഫസ്റ്റ് ബുക്ക് ഇതായിരിക്കണം, അത് നിർബന്ധമായിട്ട് വേണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു ബുക്ക് നിർബന്ധമായിട്ട് വേണം. ഒന്നത്. രണ്ടാമത്തെ, ഇതിൽ ഏത് ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് ചൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞു എന്നുള്ളൂ, ഇതെല്ലാം വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിച്ചോ, ചെയ്യാൻ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ച് അത് ഫോളോ ചെയ്യാതെ ഞാൻ പറയാം, മൾട്ടിപ്പിൾ ബുക്ക് വാങ്ങിക്കുന്നതൊക്കെ നല്ലത്. കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ ഒരു പ്രീവിയസ് ഇയറിൻ്റെ ബുക്ക് കാണും, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്ക് വാങ്ങണം. അതേതാ? നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്ക്. പറ്റുമെങ്കിൽ ജെയിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്കുകൾ വാങ്ങിക്കുന്നത് നല്ലതാണ്. ജെയിൻ്റെ ക്വസ്റ്റ്യൻസ് കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കുറച്ച് ലെവലുള്ളതാണ്. ആ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ നീറ്റ് എക്സാമിന് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും ചെയ്യാൻ പറ്റും. നീറ്റിലെ ടഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് ജെയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ബുക്കുള്ള പോലെ ജെയിൻ്റെ പ്രീവിയസ് ഇയർ ബുക്കുകളുണ്ട്. സെങ്കേജ് ഇറക്കുന്നുണ്ട്, ജെയിൻ്റെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെയും ബുക്ക് ഉണ്ട്, ചാപ്റ്റർ വൈസ് കിട്ടും, അതെടുത്ത് വെച്ച് നോക്കുക. അപ്പോൾ നീറ്റിൻ്റെയും ജെയിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബുക്ക് നിർബന്ധമായിട്ട് വേണം. പറ്റുമെങ്കിൽ ജെയിൻ്റെ മതി, അതില്ലെങ്കിലും കുറച്ച് കുഴപ്പമില്ല, നീറ്റ് എന്തായാലും വേണം. രണ്ടാമത്തെയാണ് മക്കളെ, രണ്ടാമത്തെയാണ് വൺ മെറ്റീരിയൽ. ഒറ്റ മെറ്റീരിയൽ എക്സ്ട്രാ വേണം. പ്രീവിയസ് ഇയറിൻ്റെ ഒരു മെറ്റീരിയൽ വേണം, എക്സ്ട്രാ ഒരു മെറ്റീരിയൽ വേണം. ഈ എക്സ്ട്രാ ഒരു മെറ്റീരിയൽ മതി, കാരണം ഈ ഒരു മെറ്റീരിയൽ തന്നെ ചെയ്ത് തീർക്കുമ്പോൾ കുറേ കാലം എടുക്കും. ഒരു മെറ്റീരിയൽ ഓരോ ചാപ്റ്ററിൽ 100 ക്വസ്റ്റ്യനുകളെന്നിരിക്കട്ടെ, ആ 100 ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചാൽ മതി. പിന്നെ അടുത്ത വട്ടം റിവൈസ് ചെയ്യുമ്പോഴോ അതേ 100 ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചാൽ മതി. ഒരു ചാപ്റ്ററിലെ 100 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ, ഒരു മെറ്റീരിയലിലെ 100 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ അതേ ചാപ്റ്ററിലെ അടുത്ത 100 ക്വസ്റ്റ്യൻ ചെയ്യാൻ അടുത്ത മെറ്റീരിയൽ എടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ആ 100 ക്വസ്റ്റ്യൻ ഉണ്ടോ ഒരു മെറ്റീരിയൽ, ആ 100 ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്ത് പഠിക്കാം. ഒരു വട്ടം ചെയ്തെന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് പഠിയൂല, തലയിൽ വരില്ല. അടുത്ത ആഴ്ച നോക്കും വീണ്ടും അത് മനസ്സിലാകാത്ത പോലെ ആവും. പിന്നത്തെ ആഴ്ച നോക്കുമ്പോഴോ നമ്മൾ ചെയ്താണെങ്കിലും വീണ്ടും അത് കിട്ടില്ല. അപ്പോൾ ഒരു മെറ്റീരിയൽ തന്നെ ഒരു കൊല്ലം വീണ്ടും എടുത്തു വെച്ച് ചെയ്യാൻ എൻ്റെ മക്കൾ ശ്രമിക്കുക. അപ്പോൾ പ്രീവിയസ് ഇയറിൻ്റെ ഒരു ബുക്ക് വേണം, അത് നീറ്റിൻ്റെയും ജെയിൻ്റെയും വേണം. പ്ലസ് എന്താ, ഒരു മെറ്റീരിയൽ എക്സ്ട്രാ, പുതിയ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു മെറ്റീരിയൽ. പുതിയ ക്വസ്റ്റ്യൻസ് ഉള്ള 3 മെറ്റീരിയൽ ഉണ്ട്. നിങ്ങൾക്ക് NCERT ഫിംഗർ ടിപ്പിൻ്റെ എടുക്കാം കെമിസ്ട്രി, അല്ലെങ്കിൽ NCERT പഞ്ച് ഫിസിക്സ് വാലേൻ്റെ ആണ്, നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സെങ്കേജിൻ്റെ കെമിസ്ട്രി ഉപയോഗിക്കാം. ഇതൊക്കെ 3 നല്ല ബുക്കുകളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിലെ 100 ക്വസ്റ്റ്യൻസ് മതി, എന്നിട്ട് അടുത്ത ചാപ്റ്റർ പഠിക്കുക. അല്ലാതെ ഇതിലെ 100 ക്വസ്റ്റ്യൻ ചെയ്തു, ഇതിലെ 100 ക്വസ്റ്റ്യൻ ചെയ്തു, ഇതിലെ 100 ക്വസ്റ്റ്യൻ ചെയ്തു. സം ബേസിക് കൺസെപ്റ്റ്സ് ഇതിലെ 100 ക്വസ്റ്റ്യൻ ചെയ്തു, അതേ ചാപ്റ്ററിൻ്റെ ഇതിലെ 100 ക്വസ്റ്റ്യൻ, അതേ ചാപ്റ്ററിന് ഇതിലെ 100 ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരേ ചാപ്റ്ററിൻ്റെ 3-4 മെറ്റീരിയലിന് 100, 400, 500 ക്വസ്റ്റ്യൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല മക്കളെ. ഒരു മെറ്റീരിയൽ എടുക്കുക, അതിലെ സകല ക്വസ്റ്റ്യൻസ് പക്കയായിട്ട് ചെയ്ത് തീർക്കുക. ഇതിലേതെങ്കിലും ഒരു മെറ്റീരിയൽ വേണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ വേണം, ജെയിൻ്റെയും നീറ്റിൻ്റെയും. കെമിസ്ട്രിയിലേക്ക് വരുന്നു.
കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ ഓർഗാനിക് എന്ന് കുട്ടികൾ ടഫാന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ചില ബുക്കുകളുണ്ട്, ഫിസിക്കലിന് പ്രത്യേക ബുക്കുകളുണ്ട്, ഇനോർഗാനിക്കിന് പ്രത്യേക ബുക്കുകളുണ്ട്, ഓർഗാനിക്കിന് പ്രത്യേക ബുക്കുകളുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഈ 3 ബുക്കിൻ്റെ പ്രത്യേകത, ഇത് 3ലും 3 ഭാഗങ്ങളുടെ ഉണ്ട്. സെങ്കേജ് ആണെങ്കിൽ ഫിസിക്കലിൻ്റെയും ഓർഗാനിക്കിൻ്റെ ഉണ്ട്. ഇതിലും ഫിസിക്കൽ, ഓർഗാനിക്, ഇനോർഗാനിക് ഉണ്ട്. ഈ 3 ബുക്കിലും 3 കൂടെ മിക്സ്ഡ് ആണ്. ഇതിൻ്റെ സെപ്പറേറ്റ് ബുക്കുകൾ കിട്ടും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓർഗാനിക്കിൻ്റെ ഒരു ബുക്ക് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓർഗാനിക് കുട്ടികൾക്ക് ടഫാണ്. ചൗഹാൻ സാറിൻ്റെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബുക്ക് അത്യാവശ്യം നല്ല ബുക്കാണ് ആൾക്കാർ പറയാറുണ്ട്. ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയാറുണ്ട്, നല്ല സൊല്യൂഷൻസ് ആണെന്ന് പറയാറുണ്ട്, സ്റ്റെപ്പ് വൈസ് സൊല്യൂഷൻസ് ഉണ്ടെന്ന് പറയാറുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ അതിലും അതേപോലെ പ്രീവിയസ് ഇയറിൻ്റെ ഒരു ബുക്ക്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു ബുക്ക് ആദ്യം വാങ്ങിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ബുക്ക്, നീറ്റിൻ്റെ പ്രീവിയസ് ഇയറിൻ്റെ ഒരു ബുക്ക് വാങ്ങിക്കണം, ജെയിൻ്റെ പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യനും വാങ്ങിക്കണം. ഞാൻ ജെയിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത ഒരാളാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഫിസിക്സിലെ ഒട്ടുമിക്ക ക്വസ്റ്റ്യനും ജെയ് എന്നുള്ളത് നീറ്റിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ടഫാക്കിയാലും നമുക്ക് ചെയ്യാൻ പറ്റും നീറ്റ്. അപ്പം ഫിസിക്സിനായാലും കെമിസ്ട്രി ആണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ബുക്ക് വേണം. ഏതിൻ്റെയൊക്കെ? നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ബുക്ക് വേണം, ജെയിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ബുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. ഇത് രണ്ടാമത്തെ എന്താ, 1 മെറ്റീരിയൽ, ഒരു പുത്തൻ ക്വസ്റ്റ്യൻസ് ഉള്ള മെറ്റീരിയൽ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലാതെ ന്യൂ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു മെറ്റീരിയൽ എടുക്കണം. അതിലെ 100 ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്ററിലുണ്ടെങ്കിൽ ആ 100 ക്വസ്റ്റ്യൻ പക്കയായിട്ട് ചെയ്താൽ മതി. മൾട്ടിപ്പിൾ മെറ്റീരിയൽ എടുക്കണ്ട. 3 മെറ്റീരിയൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഫിംഗർ ടിപ്പിൻ്റെ ഫിസിക്സ്, NCERT ഫിസിക്സ് വാലേൻ്റെ ഫിസിക്സ്. അത് MR സാറിൻ്റെ ആണ്. MR ഫേമസ് ആണ്, നല്ല കണ്ടന്റ് ഉള്ള, നല്ല പോലെ എല്ലാ ചാപ്റ്റേഴ്സും എടുക്കുന്ന വെറൈറ്റി ക്വസ്റ്റ്യൻ കൊണ്ടുവരുന്ന ആളാണ് MR സാർ. നോർത്ത് ഇന്ത്യയിലുള്ളതാണ്. മൂപ്പർ ബുക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. സെങ്കേജിൻ്റെ A to Z ഫിസിക്സ് ഉപയോഗിക്കാം. ഇതിലേത് ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പ്രീവിയസ് ഇയറിൻ്റെ ഒരു ബുക്ക്, നീറ്റിൻ്റെ, ജെയിൻ്റെ, പ്ലസ് ഇതിലേതെങ്കിലും ഒരു ബുക്ക് വാങ്ങിച്ചാൽ മതി. എല്ലാ ബുക്കും ചെയ്യാൻ സമയം കിട്ടില്ല, അതുകൊണ്ടാണ്. ബയോളജിക്ക് വരുമ്പം ഇതാണ് പ്രീവിയസ് ഇയർ. നീറ്റിൻ്റെ മാത്രമേ പ്രീവിയസ് ഇയർ ഉള്ള, ജെയ്ക്ക് പ്രീവിയസ് ഇയർ ഇല്ലല്ലോ ബയോളജി. നീറ്റിൻ്റെ മാത്രം പ്രീവിയസ് ഇയർ ഉള്ള MTGൻ്റെ ആണ് 38 കൊല്ലത്തെ പ്രീവിയസ് ഇയറിൻ്റെ ബുക്ക് വാങ്ങിക്കുക. അത് ആദ്യം ചെയ്യുക, എന്നിട്ട് ഇതിലേതെങ്കിലും ഒന്നും ചെയ്യുക. ഫിംഗർ ടിപ്പ് ഉണ്ട് ബയോളജീൻ്റെ. വിപിൻ ശർമ്മ ഇസ് എ ഫേമസ് ആണ്. ബോട്ടണി സുവോളജി എടുക്കുന്നതിൽ വിപിൻ ശർമ്മ ഫേമസ് ആണ്. മൂപ്പരാണ് ബയോളജീൻ്റെ. A to Z ഉണ്ട്. സെങ്കേജിൻ്റെ ബയോളജി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അഡീഷണൽ ആയിട്ട് ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കുറേ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ബുക്ക് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ് എക്സ്ട്രാക്ട്. NCERT എക്സ്ട്രാക്ട് എന്നാണ് ഈ ബുക്കിനെ വിളിക്കുക. ഈ ബുക്കിൻ്റെ പ്രത്യേകത, ഒരു ചാപ്റ്ററിൽ നിന്ന്, ഈ ബുക്കിലൊക്കെ ഓരോ ചാപ്റ്ററിൽ നിന്ന് 100-120 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള 100-120 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ ഒരു ചാപ്റ്ററിൽ നിന്ന് 60 മുതൽ 80 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. കുറച്ച് ക്വസ്റ്റ്യനേ ഉള്ളൂ, പക്ഷെ ഓരോ ക്വസ്റ്റ്യനും പാടാണ്. ഇതിൽ ഓരോന്നിലും 100 ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ അതിൽ സിമ്പിളും വെരി ഈസിയും ഡിഫിക്കൽട്ടും എല്ലാം മിക്സ്ഡ് ആണ് 100 ഇതിലാകെ 60-80 ക്വസ്റ്റ്യനേ ഉള്ളൂ. ആ 60 ക്വസ്റ്റ്യനും പാടാണ്. അപ്പോൾ നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് എനിക്ക് വേണ്ട സാർ, എനിക്ക് പാട് മാത്രം ചെയ്ത് പഠിച്ചാൽ മതി, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ മാത്രം മതി, കൺസെപ്റ്റ് ക്ലിയർ ആകാനുള്ള ക്വസ്റ്റ്യൻ മാത്രം മതി എന്നുള്ളവർ ബയോളജി NCERT എക്സ്ട്രാക്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. വേഗം ഞാൻ ഫോട്ടോസ് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനാണെങ്കിൽ ബുക്ക് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാട്ടോ മക്കളെ. എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മെറ്റീരിയൽ ഒരു കൊല്ലം ഫോളോ ചെയ്യാം. പല കുട്ടികളും വരുത്തുന്ന മിസ്റ്റേക്കാണ്, ഒരു പ്രീവിയസ് ഇയറിൻ്റെ മെറ്റീരിയൽ വാങ്ങിക്കും, എന്നിട്ട് എന്താ വേറൊരു മെറ്റീരിയൽ കാണും, പിന്നെ മെറ്റീരിയൽ, അങ്ങനെ കുറേ മെറ്റീരിയലൊന്നും വേണ്ട. ഏത് സബ്ജക്റ്റ്, ഇപ്പം 3 സബ്ജക്റ്റ് ആയി എടുത്തോ, ഓരോ സബ്ജക്റ്റിനും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വേണം. അത് ഫിസിക്സും കെമിസ്ട്രി ആകുമ്പോൾ ജെയിൻ്റെയും കൂടെ വേണം എന്നുള്ളൂ. ബയോളജി ആകുമ്പോൾ നീറ്റ് മാത്രമേ ഉള്ളൂ. ഫിസിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു ബുക്ക് വേണം, കൂടാതെ ന്യൂ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു മെറ്റീരിയലും വേണം കേട്ടോ. ന്യൂ ക്വസ്റ്റ്യൻസ് ഉള്ള മെറ്റീരിയൽ ഉണ്ട്, അത് സെങ്കേജിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം, NCERT ഫിസിക്സ് വാലേൻ്റെ പഞ്ചിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് MTG ഫിംഗർ ടിപ്പിൽ നിന്ന് എടുക്കാം. ഏത് ഒരു ബുക്ക് മതി, അതിലേതെങ്കിലും ഒന്ന് മതി. 3 വാങ്ങിക്കേണ്ട, ചെയ്ത് തീരൂല, അത്ര ഇതാണ്. ഒരു മെറ്റീരിയൽ എടുക്കുക, അതിലെ ക്വസ്റ്റ്യൻസ് വീണ്ടും എടുത്ത് പ്രാക്ടീസ് ചെയ്ത് മെയിൻ ആകുക. ഓക്കെ, ഇത്രയുള്ള മക്കളെ. ബുക്സിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്തവർക്കാണ്, ആദ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഐഡിയ കാണില്ല. ഇതൊക്കെ വാങ്ങിച്ചിട്ട് വേണം നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് അതിൽ ജോയിൻ ചെയ്യാൻ. പിന്നെ അവിടുത്തെ കുറേ മെറ്റീരിയൽ കിട്ടും, അവിടുത്തെ മെറ്റീരിയൽ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യാം. എന്നാലും നമ്മുടെ ഒരു മെറ്റീരിയൽ നല്ലതാണ്, അതുകൊണ്ടാണ് നമ്മളെ ഇത് ഉൾപ്പെടുത്തിയത്. ഓർഡർ ചെയ്യേണ്ടവർ ഓർഡർ ചെയ്യുക, എന്നിട്ട് റിപ്പീറ്റിന് പോവുക. പല നീറ്റിന് 2027 പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമ്മുടെ ഒരു വീഡിയോ വരുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ സ്ഥാപനങ്ങളിലും പോയി ജോയിൻ ചെയ്യാൻ, പഠിക്കാൻ.